ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ്. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം പോസ്റ്റുകളിലേക്കാണ്, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. താഴെ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് ഏതെല്ലാം ഡിസിപ്ലിനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, നേവൽ ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്കുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 65% ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് 65% ആയിരിക്കണം. അപ്പോൾ CGPA ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ CGPA പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ രീതിയാണ്. സോ ആ രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റീസിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് നോക്കുക. 65% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, HR, ഹ്യൂമൻ റിസോഴ്സ്, അതിൽ 2 year മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഇക്വലൻറ്റ് ഡിഗ്രി ഓർ ഇക്വലൻറ്റ് ഡിപ്ലോമ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഏരിയ വിത്ത് മിനിമം 65 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയകളിലാണ്. പിന്നെ ഫിനാൻസിലും വന്നിട്ടുണ്ട്. ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ പാസ് ഇൻ ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ എന്തിരിക്കണം, അതിൽ പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കുള്ള CSLലേക്കുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് December 6 മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 6 വരെയുണ്ട്. അപ്പോൾ ഒരു മാസം സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളിലേക്കും എത്രത്തോളം വേക്കൻസീസുകൾ വന്നിട്ടുണ്ട് എന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വേക്കൻസി ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കലാണെങ്കിൽ 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇലക്ട്രോണിക്സിൽ 2 വേക്കൻസി, നേവൽ ആർക്കിടെക്ചറിൽ 6 വേക്കൻസി വന്നിട്ടുണ്ട്. സിവിൽ ആണെങ്കിൽ 3 വേക്കൻസിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി 2 വേക്കൻസി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സ് 4 വേക്കൻസി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഫിനാൻസ് 3 വേക്കൻസി. അങ്ങനെ 44 പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഈ നോട്ടിഫിക്കേഷൻസ് ടൈമിലുള്ള വേക്കൻസിയേക്കാൾ വേണമെങ്കിൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മേ ബി ഒരു പക്ഷേ കൂടുതൽ റിക്വയർമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്നുള്ള കാര്യം മൈൻഡിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഈ പോസ്റ്റിംഗ് വരികയാണ്. അതായത് നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിങ്ങൾ ഇതിൽ വിജയിക്കുകയാണെങ്കിൽ, ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് CSL കൊച്ചി CMSRU, മുംബൈ CKSRU, കൊൽക്കത്ത CANSRU, A&N ഐലൻഡ്സിലായിരിക്കും, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, പോസ്റ്റിംഗ് ഉണ്ടാവുക. അതായത് കൊച്ചി, മുംബൈ, കൊൽക്കത്ത, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, പോസ്റ്റിംഗ് വരാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. CSL reserves to write or increase or decrease the number of vacancy or not to fill up the vacancies or cancel the recruitment process as per the requirement എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലും വന്നിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല, അതായത് ഓരോന്നിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചു പോകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിൽ എത്രത്തോളം സാലറി ലഭിക്കുന്നല്ലേ. ഇതിലെ സാലറി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 50,000 രൂപ കിട്ടും കേട്ടോ. അതായത് നിങ്ങൾ ഒരു 1 yearൻ്റെ ട്രെയിനിങ് എന്തായാലും ഉണ്ടാവും. അതായത് നിങ്ങൾ ആ ഒരു ജൂനിയർ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ആ സമയത്ത് നിങ്ങൾക്ക് 50,000 കിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്
നിങ്ങൾ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് 14 ലക്ഷമാണ് പെർ ഇയർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും 14 ലക്ഷം ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി അല്ല, അതിൽ ന്യൂ പെൻഷൻ സ്കീമിലേക്കും അതേപോലെ തന്നെ മറ്റ് ഡിഡക്ഷൻസുകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിയർലി 1 ലാക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് പേ DA HRA പെർക്ക് അലവൻസ് അറ്റ് 35% കൂടി നോക്കുക എന്നുണ്ടെങ്കിൽ തന്നെ 80,280 വരുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് അലവൻസുകൾ വീണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് CTC 14 ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പോസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു PSC എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം സാലറി വരുന്നുണ്ട്, അതേപോലെ നമ്മൾ ഗേറ്റ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എത്രത്തോളം സാലറി, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്രയോ ഹയർ ആയിട്ടുള്ളൊരു സാലറിയാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ ലഭിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സാലറീസ് തന്നെയാണ് ഈ 14 ലക്ഷം പെർ ഇയർ എന്ന് പറയുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രയും ഹയർ സാലറിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏജ് ലിമിറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഏജിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 വയസ്സാണ്. ജനറൽ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പർ ഏജ് ലിമിറ്റ് 27 വയസ്സാണ് ഓൺ 6 ജാനുവരി 2025. അതായത് ജാനുവരി 6 നിങ്ങൾക്ക് 27 വയസ്സായിരിക്കണം മാക്സിമം വരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ജനുവരി 7 ശേഷം ജനിച്ചിരിക്കണം. അതായത് ഈ ഒരു മിനിമം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബോൺ ഓൺ ആഫ്റ്റർ 7th ജാനുവരി 1999 എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദി അപ്പർ ഏജ് ലിമിറ്റ് ഈസ് റിലാക്സ്ഡ് ബൈ 3 years ഫോർ OBC. അതായത് അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു റിലാക്സേഷൻ OBCയിൽ 3 വർഷവും SC/STയിൽ 5 വർഷവും വരുന്നുണ്ട്. സോ ആ ഒരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, കൊച്ചിൻ ഈ പറഞ്ഞിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ 2 ഫേസ് ആയിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് 60 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ഈ 60 മിനിറ്റിൽ 60 മാർക്കിന് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് MCQ ആയിരിക്കും ഉണ്ടാവുക. അതിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സിൽ നിന്ന് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 5 മാർക്ക്, റീസണിങ് എബിലിറ്റി 5 മാർക്ക് ആൻഡ് സബ്ജക്ട് ബേസ്ഡ് 40 മാർക്കുണ്ട് കേട്ടോ. സബ്ജക്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതിൽ നിന്ന് 40 മാർക്കുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഔട്ട് ഓഫ് മാർക്ക് ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോന്നിലും നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, അതേപോലെ സബ്ജക്ട് ബേസ്ഡ് 40 മാർക്ക്. ഈ സബ്ജക്ട് ബേസ്ഡ് 40 മാർക്ക് ലഭിക്കാൻ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും എന്താ പറയുക PSC എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ശരി, അതേപോലെ റെയിൽവേ എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് നോളേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 40 മാർക്ക് നിങ്ങൾക്ക് അനായാസം സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫേസ് 2ലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, GDയും അതേപോലെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂസിന് അങ്ങനെ 40 മാർക്കാണ് അവിടെ വരുന്നുള്ളത്. അപ്പോൾ അതിൽ 60 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഗ്രൂപ്പ് ഡിസ്കഷന് 10 മാർക്ക്, റൈറ്റിംഗ് സ്കില്ലിന് 10 മാർക്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 20 മാർക്ക്, അങ്ങനെ ആസ് എ ടോട്ടൽ 100 മാർക്ക്. ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും അഗ്രിഗേറ്റ് മാർക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ എക്സാമിനേഷനിൽ മിനിമം 50% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം 50% കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നല്ല. അത് തീർച്ചയായിട്ടും എന്താണ് നമ്പർ ഓഫ് വേക്കൻസീസിനനുസരിച്ചിട്ട് വ്യത്യാസം വന്നേക്കാം. എന്നാൽ മിനിമം ഒരു 50% മാർക്ക് അൺറിസർവ്ഡ് കാറ്റഗറിയിലും, 45% OBC കാറ്റഗറിയിലും, 40% SC/ST കാറ്റഗറിയിലും വേണമെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ആസ് പെർ, അതായത് ഓരോ റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിസർവേഷനുള്ള കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഓരോ കാറ്റഗറി പറഞ്ഞു, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്ന്. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു ഡൗട്ടാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സബ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് മെക്കാനിക്കൽ ആണെങ്കിൽ പ്രൊഡക്ഷനുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്,
പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇലക്ട്രോണിക്സിലാണെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറ്റും, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പറ്റും, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറ്റും. നേവൽ ആർക്കിടെക്ചറിൽ നോക്കുകയാണെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഡ്യുവൽ ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ ബിടെക് വിത്ത് എംടെക്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ്, ഇത്രയും ബ്രാഞ്ച് ഉള്ളവർക്ക് ഈ നേവൽ ആർക്കിടെക്ചർ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓരോന്നിലേക്കും അതിൻ്റെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസ് അഗ്രിമെൻറ്റ്, ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏജിന് വേണ്ടിയിട്ടുള്ളത്, ക്വാളിഫിക്കേഷന്, കാസ്റ്റ്, പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ളതുമാണ്. പിന്നെ ഈ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ₹1000 ആണ്, നോൺ റീഫണ്ടബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് ഫീസൊന്നും വരുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിലുള്ള www.cochinshipyard.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു ജനുവരി 6 വരെയാണ് സമയമുള്ളത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പോൾ നിലവിൽ ഒരുപാട് എക്സാംസുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഇതൊരു നല്ല സാധ്യത തന്നെയാണ്. കാരണം ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മുടെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചസിലല്ല, നമ്മുടെ നോർമലായിട്ടുള്ള ഇലക്ട്രിക്കൽ ബാച്ചിലൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അവർ നോർമൽ PSCക്ക് വേണ്ടി പഠിച്ചതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് അപ്ലൈ ചെയ്തു, അതിന് വേണ്ടിയിട്ട് പഠിച്ച് അവർ ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് എക്സ്ക്ലൂസീവായിട്ടുള്ള നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സ് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിൽ നമ്മൾ മുഴുവൻ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ ഈ എക്സാമിൻ്റെ ഫുൾ ടൈം സപ്പോർട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ളത്. ബാക്കിയൊക്കെ ജനറലായിട്ട് എല്ലാ എക്സാംസിലും വരാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ ഒരു അവസരം എന്ത് ചെയ്യുക, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുന്ന ഇയർലി 14 ലക്ഷം രൂപ സാലറി ലഭിക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസുകളിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. അതായത് നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം എന്ന് മാത്രം. നിലവിലുള്ള സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് അത്രയും പെർസെൻറ്റേജ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. So that's all for today. Thank you for listening. Have a nice day.